മറ്റാരുണ്ട് LDF അല്ലാതെ? സെറ്റിലുള്ള ആൾക്കാരായിരിക്കും. ഏതെങ്കിലും അവിടെ ഏകദേശം ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു കുറേ സമയം വേറെ ട്രീറ്റ്മെൻറ്റൊക്കെ ബാക്കിയൊക്കെ പോയെങ്കിൽ കുറച്ച് എല്ലാവർക്കും അറിയും. അതായത് പ്രതി സഹകരിക്കുന്നതുണ്ട്. പിന്നെ ഇന്നും കുറച്ചുകൂടി ചോദ്യം ചെയ്യാനുണ്ട്. ഏതെങ്കിലും നമുക്ക് എവിഡൻസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം കുറച്ച് അനലൈസ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു പ്രാവശ്യം തെളിവെടുപ്പ് കസ്റ്റഡി ആവശ്യപ്പെടും. ഇതുവരെ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം കാരവനിൽ അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇതുവരെ തെളിവായിട്ടുള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് വന്നെങ്കിൽ പിന്നെ ഞാൻ അവിടെ എടുക്കാം. വാഹനത്തിൽ 2-3 പേര് വേറെ ഉണ്ടായിരുന്നല്ലോ പിടിക്കുന്ന സമയത്ത്. അവർ ചോദ്യം ചെയ്ത് ചില ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ റൊട്ടീൻ ലൈഫുടെ, അവരുടെ റൊട്ടീൻ പ്രൊഫഷണൽ മൂവ്മെൻറ്റുടെ ഭാഗമാണോ അല്ല ഒളിയിൽ പോയാനുള്ളത് കൃത്യമായിട്ട് അന്വേഷണം ചെയ്തിട്ടേ പിന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അല്ല, ഇപ്പം നിങ്ങൾ അറിഞ്ഞു കാണും, ഓൾറെഡി ഒരു യൂട്യൂബർ വിക്ടിമെ എക്സ്പോസ് ചെയ്യാനുള്ള രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ട് പിന്നെ നമുക്ക് കൃത്യമായിട്ട് കേസ് എടുത്ത് വേറെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റേ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്കായിട്ട് ഇങ്ങനെയുള്ള ചെയ്യக்கூடிய ആൾക്കാർ ഉണ്ടെങ്കിലും ഒരു മെസ്സേജായിട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മൾ ആ രീതിയിൽ മുൻകൂട്ടി പോയത്. യാതൊരു രീതിയിലും വിക്ടിമെ എക്സ്പോസ് ചെയ്യാനുള്ള രീതിയിൽ ഇൻഫർമേഷൻ ആരും കൊടുക്കില്ല. അതാണ് സാർ, ഈ സെറ്റിലുള്ള ആരോടെങ്കിലും പെൺകുട്ടി വിഷയം പറയുകയും അവരത് പുറത്തു പറയാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ICC പോലുള്ള സംവിധാനങ്ങളൊക്കെ സിനിമാ ലൊക്കേഷനിലുണ്ട്. പക്ഷെ അത്തരം പരാതികളൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നാണോ? അത് ബന്ധമായിട്ട് അത് കൃത്യമായിട്ട് അന്വേഷണത്തിൽ ക്ലാരിറ്റി വന്നിട്ടില്ല. അത് ഞാൻ പറയാം. ICCക്ക് അവർ പോയിട്ടില്ലേ അത് കൃത്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ സെറ്റിലുള്ള ആൾക്കാരറിയും. ഏതെങ്കിലും അവിടെ ഏകദേശം ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു കുറേ സമയം വേറെ ട്രീറ്റ്മെൻറ്റൊക്കെ ബാക്കിയൊക്കെ പോയെങ്കിൽ കുറച്ച് എല്ലാവർക്കും അറിയും. അതായത് അത് നമ്മൾ അന്വേഷണയുടെ ഭാഗമായിട്ട് വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരും. സാർ, ഡിജിറ്റൽ തെളിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ക്യാരവന് പുറത്തുള്ള CCTV, ഫോൺ? അല്ല, അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുറത്ത് പറയാൻ പറ്റില്ല. അല്ല, ഇതുവരെ ഉള്ളതിൽ അതേ മാത്രമാണ്. പിന്നെ അത് നമുക്ക് ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഉള്ള തെളിവ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേ മാത്രമാണ്. പ്രതി സഹകരിക്കുന്നതുണ്ട്. പിന്നെ ഇന്നും കുറച്ചുകൂടി ചോദ്യം ചെയ്യാനുണ്ട്. ഏതെങ്കിലും നമുക്ക് എവിഡൻസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം കുറച്ച് അനലൈസ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു പ്രാവശ്യം തെളിവെടുപ്പ് കസ്റ്റഡി ആവശ്യപ്പെടും. താങ്ക് യു.